അപ്പം ഗൈസ് വേണ്ട നമുക്കൊരു ഡ്രസ്സ് പോലും ഇല്ല. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളൊരു ബനിയനാണ്. അപ്പം നമുക്ക് ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ജോലിക്കൊക്കെ പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിന് ജോലിക്ക് പോവാണ്. അപ്പം നമുക്ക് നേരെ ജോലിക്ക് പോകുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ഒരു വണ്ടി വേണം ഗൈസ്. പക്ഷെ വണ്ടിക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റ് വണ്ടി കണ്ടുപിടിക്കണം. ഗൈസ് വേണ്ട, അത് വണ്ടിയല്ലേ കിടക്കുന്നത്, അത് സൈക്കിൾ പോലെ എന്തോ സാധനമല്ലേ ഗൈസ് കിടക്കുന്നത്. ഗൈസ് വേണ്ട കിടക്കുന്ന ഗൈസ് ഒരു സൈക്കിള് പോളി ഗൈസ്. എന്നാൽ പിന്നെ നമുക്ക് അത് എടുത്തിട്ട് തന്നെ കാര്യം സമാധാനമായി ഗൈസ്. വേണ്ട ഗൈസ് ശരിക്കും സൈക്കിളാ. എൻ്റെ മോനെ നമുക്ക് ലക്കുണ്ട് ഗൈസ്, ലക്ക്. ഏടാ മോനെ പോളി സൈക്കിള് ഗൈസ്. എനിക്ക് തോന്നുന്നു ആരോ ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു. നമുക്ക് നല്ല രസമുണ്ട്. ഇപ്പോൾ നമുക്ക് സൈക്കിൾ കിട്ടി. ഇനി നമുക്കൊരു ജോലി സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. കാരണം പിന്നെ ഞാൻ ജോലി സ്ഥലം കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഗൈസ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രസ്സ് ഉണ്ട്, പട്ടാളത്തിൻ്റെ ഡ്രസ്സുണ്ട്. അത് നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ ജോലി സ്ഥലത്തോട്ട് പോയിട്ട് നമുക്ക് ഏതെങ്കിലും പട്ടാളത്തിലോ അങ്ങനെ എന്തെങ്കിലും കയറാനാന്ന് പറഞ്ഞു. ഇതെന്താ ഗൈസ്, ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഇടിക്കുവാണ് ഗൈസ്. ഇവർ ഒത്തിരി നേരം കൊണ്ട് എന്നെ കിടന്ന് ഇടിക്കുവാണ്. ദേഷ്യം വരുന്നുണ്ട്. ഒത്തിരി നേരം കൊണ്ട് എന്നെ വന്ന് ഇടിക്കുവാണ് ഗൈസ്. വേണ്ട വരുന്നു ചുമ്മാണ് ഇടിക്കുന്നത്. അവിടെ കിടക്കട്ടെ, നമുക്ക് പോവാം ഗൈസ്. വേണ്ട, ഇതാണ് വീട്. നമുക്ക് അകത്തോട്ട് കയറാം. അയ്യോ ഇതെന്ത്, ഞാൻ വീടിന് മുകളിലൂടെ കയറിയ. ഓഹോ എൻ്റെ അമ്മ, എൻ്റെ മോനെ കൊട്ട് രാജാ വാടാ, തുറക്കടാ പ്ലീസ്, തുറക്കടാ. ഇപ്പം വരും. അതാണ് നമുക്ക് പട്ടാളത്തിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, തൊപ്പിയൊക്കെ കിട്ടിയാണ് ഗൈസ്. പിന്നെ ഗൈസ് നമുക്കൊരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തോക്കുകളും നമ്മുടെ ഫ്രണ്ട് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല ഇതാണ് സാധാരണ നമുക്ക് സൈക്കിളിൽ പോയിട്ട്. ഗൈസ് ഞാൻ പറയാൻ മറന്നുപോയി, നമുക്കൊരു വീടും കൂടെ കിട്ടിയായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ അടുത്താണ് ഗൈസ്. നമുക്ക് ആ വീട്ടിൽ ഒന്ന് പോയി നോക്കാം. ഇതെങ്ങാണ്ടാണെന്നാണ് അവൻ പറഞ്ഞത്. അത്യാവശ്യം വലിയൊരു വീടാണ് ഗൈസ്. വേണ്ട, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമുക്ക്. പോളി ഗൈസ്. വേണ്ട, ഇതാണ് നമ്മുടെ വീട്. ഗൈസ് ഓട്ടോമാറ്റിക് വീടാണ് ഗൈസ്, ഓട്ടോമാറ്റിക് ഡോറ്. നമുക്ക് ഇതൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് എന്താ ഇങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം. അതവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് അകത്തോടൊന്ന് പോയി നോക്കാം. നല്ല രസമുണ്ട് ഗൈസ്. പുലിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഫോട്ടോ ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. അത്യാവശ്യം നിൽക്കാനൊക്കെ പറ്റും. ഇനി നമുക്കൊരു ജോലി തപ്പി പോകണം ഗൈസ്. ഇതെന്തോടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ഞാൻ ബോക്സറെ പോലെ ചുമ്മാ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കുന്നു. ചുമ്മാ അവിടെ നോക്കിക്കൊണ്ടിരുന്നു, ചുമ്മാ അങ്ങ് വന്ന്. ഇവിടുന്ന് ഇറങ്ങാൻ ഭയങ്കര പാടാണല്ലോ. ഓക്കെ ഗൈസ്, ഇത് ഞാൻ ഗൈസ് എൻ്റെ തോക്കുകളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അതാണ്ട് ഇത്രയും തോക്കാണ് കിട്ടിയത് ഗൈസ്. നമ്മുടെ കയ്യിൽ പിസ്റ്റല്, AK-47, മിസൈൽ ഗണ്ണ്, സ്നൈപ്പറ്, പിന്നെ ഇത് സ്റ്റിക്കി ബോംബ്, പിന്നെ ഗൈസ് നമുക്കൊരു മെഷീൻ ഗണ്ണും കൂടെ ഉണ്ട് ഗൈസ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ഗൈസ് നമുക്ക് എന്താണെങ്കിൽ വീട്ടിൻ്റെ പുറത്തോട്ട് പോകാൻ നമുക്ക് എങ്ങനെ ജോലി വാങ്ങിക്കണം ഗൈസ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൂടെ ഇതാകുമ്പോൾ ഒരു കാറൊക്കെ എടുക്കാം ഗൈസ്.
ഇപ്പം എങ്ങോട്ട് പോവും? ഒരു കിടിലൻ സാധനം ഗൈസ്, ജമ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു ബാങ്ക് റോബറി ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. നമുക്ക് അത് തന്നെ ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നേരെ ബാങ്കിൻ്റെ അടുത്തോട്ട് പോവാം. ഇത് ഭയങ്കര ദൂരമൊന്നും കാണത്തില്ല ഗൈസ്, ഇച്ചിരി ദൂരെ കാണത്തുള്ളൂ, ചെറിയൊരു ദൂരം അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ലംബോർഗിനി, ഏടാ മോനെ, ലംബോർഗിനിയൊക്കെ നമുക്ക് എന്ത്. ഇപ്പം നമ്മൾ മേടിക്കാൻ പോകുന്ന ഇതൊക്കെയാണ് ഇത്. നോക്കിക്കോ, എടാ മോനെ, രണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബാങ്കിലോട്ട് പോവാം. അപ്പം ഗൈസ് വേണ്ട, നമ്മൾ റോബറി ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൈസ എടുത്ത് കൂട്ടാനും കൊടുത്തു. കൂട്ടാൻ ഒത്തിരി കാറെടുത്ത് നമുക്കൊരു ഗ്യാരേജും പണിഞ്ഞ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തുള്ള ഗ്യാരേജ് പൂട്ടി കിടക്കുമല്ലായിരുന്നു ഗൈസ്, അത് പൂട്ടി കിടക്കുമായിരുന്നു. അപ്പം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകാം ഗൈസ്. എൻ്റെ അടുത്ത് തന്നെയാണ് ഇതും. നമ്മുടെ പഴയ വീടെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേണ്ട, ഈ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഗൈസ് നമ്മുടെ പഴയ വീട്. പക്ഷെ നമുക്ക് അങ്ങോട്ടല്ല പോകണ്ട, അതിൻ്റെ അപ്പുറത്തുള്ള ഈ ഗ്യാരേജിൻ്റെ അകത്തോട്ടാണ്. ഗ്യാരേജ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇത് ബിൽഡിങ്ങിൻ്റെ അകത്തോട്ടാണ്. അപ്പം നിങ്ങൾ കാണാൻ പോകുന്ന കാറെന്ന് പറയുന്നത് വല്ലാത്ത കാറായിരിക്കും ഗൈസ്, നിങ്ങൾ ഞെട്ടുമെന്ന് അറിയത്തില്ല. 3, 2, 1 ഗോ. അപ്പം ഗൈസ്, ഇനി നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇപ്പം 200 സബ്സ്ക്രൈബേഴ്സിലോട്ട് ആവാറായി. അപ്പോൾ പെട്ടെന്നല്ല ലൈക്ക്, സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ.